ഒരുമാതിരി ഡോൾബി വർത്താനം എന്റെ അടുത്ത് പറയരുത്. സതീഷ് കൂട്ടിച്ചേർക്കാനുള്ളൂ. 30 സെക്കൻഡാണ്. ഞാൻ 59 ഈ ചർച്ച അവസാനിപ്പിക്കാൻ പോവാണ്. വേഗത്തിൽ സതീഷ്, ഈ ചർച്ച അവസാനിക്കുമ്പോ മറുപടി ഉണ്ടോ? കയ്യുയർത്തുന്നത് ഞാൻ ഇങ്ങനെയാ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്താൽ പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പോലും ചിന്തിക്കാറില്ല. നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ഞങ്ങൾക്കില്ല. നിങ്ങളുടെ മതേതരത്തിന്റെ അളവുകോല് വർഗീയതയാണ്, കപടതയാണ്. നിങ്ങളുടെ മതേതരത്തിന്റെ അളവ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയുമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ബിജെപിയുടെ സമാരാധന്യായ സംസ്ഥാന അധ്യക്ഷൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. അതിനോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ LDF-ഓ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ UDF-ഓ നാളിതുവരെ തയ്യാറായിട്ടില്ല. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. ഇവിടെ വർഗീയത പറയുന്നതും മത ഭീകരത ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതും സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം ഈ രണ്ടു കൂട്ടരാണ്. നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഈ രണ്ടു കൂട്ടർ ഇത്തവണത്തെ നറേറ്റീവ് സൃഷ്ടിച്ചിരിക്കുന്നത് വർഗീയത പറഞ്ഞ് അധികാരത്തിലെത്തുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രീയമല്ലേ മോനെ, ഞങ്ങളെ കളിക്കുന്ന കളിയൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഉദാഹരണങ്ങൾ പറയാം. നോക്കൂ, ഇവിടെ VD സതീശൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രബലമായിട്ടുള്ള ഒരു പിന്നോക്ക സമുദായത്തിന്റെ നേതാവിനെ പോയി വിമർശിച്ച വേദി ഏതാണ്? അദ്ദേഹം പോയി വിമർശനം ഉന്നയിച്ചിരുന്നത് കാന്തപുരം മുസ്ലിയാരുടെ വേദിയിൽ പോയിട്ടാണ്. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല. കാറിൽ കയറ്റി കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ വർഗീയ നിലപാടുകൾ തിരിച്ചറിയാൻ സാധിക്കണം. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ കാറിന്റെ ഡ്രൈവറെയോ കാറിൽ ഇരുന്ന പിണറായി വിജയനോ അല്ല വിമർശിച്ചത് ആദരണീയനായിട്ടുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ആണ്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ ആണല്ലോ, നല്ല ഭാസ്കര ആണ്. അവിടെ ആ വേദിയിൽ 1 മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു പോയി. അദ്ദേഹം ഈ പറയുന്ന പല കലാപങ്ങളുടെ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചു. പള്ളിക്ക് കാവൽ എന്ന ചരിത്രം പറഞ്ഞു, സഖാക്കൾ കാവൽ എന്ന ചരിത്രം പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞു പോയതിനു ശേഷം ആ കോണ്ടക്സിലേക്ക് മറുപടിയുമായി എത്തുകയാണ് ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ഈ പറയുന്ന VD സതീശൻ. അപ്പൊ VD സതീശൻ പറയുകയാണ്, നമ്മൾ ഒരു വശത്ത് വർഗീയതക്കെതിരെ സംസാരിക്കുകയും മറുവശത്ത് വർഗീയത പറയുന്നവരെ ഷോൾ അണിയിക്കുകയും ചെയ്യരുത്, കാപട്യം വരുത്, ഇരട്ടത്താപ്പരുത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു പോയി. ഇവിടെ ശരിക്കും കേൾക്കുന്നവന് മനസ്സിലായത് ഉന്നം വെച്ചത് പിണറായിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെ ആയോ? സ്വാഭാവികമായും അതിനകത്ത് വെള്ളാപ്പള്ളി നടേശനാണ് അവിടെ കഥാപാത്രമായി വന്നത് എന്നത് മാത്രം. അത് ശരിയാണെന്ന് റാഷിദ് തോന്നുന്നുണ്ടോ? ഇപ്പൊ SNDP-യോ NSS-ഓ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഏതെങ്കിലും മറ്റു അങ്ങ് പറഞ്ഞതുപോലെ മറ്റു സമുദായ സംഘടനാ നേതാക്കന്മാരെ നിശ്ചിതമായിട്ട് അങ്ങ് വിമർശിക്കുക, അത് ശരിയാണെന്ന് റാഷിദിന് പറയാൻ സാധിക്കുമോ? അപ്പൊ വർഗീയത പറഞ്ഞ് വോട്ട് നേടാനാണ് ഇവർ ശ്രമിക്കുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. അപ്പുറത്ത് നിൽക്കുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണോ? AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് റാഷിദ് തന്നെ എത്ര ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്? വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. എത്രയോ ദിവസം വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളൊന്നും അല്ല. അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ പട്ടമൊന്നും LDF-ഓ അല്ലെങ്കിൽ CPM-ഓ എടുക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ പഴയ കാലത്തേക്ക് ചരിത്രം പരിശോധിക്കാൻ തയ്യാറായാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് വെടിമരുന്ന് തയ്യാറാക്കിയത് CPM തന്നെയാണ്. ഈ സമൂഹത്തിൽ എനിക്കുള്ള വില അതിനെ കുറിച്ച് ചിന്തിച്ചോ? സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്ത സമയത്ത് വായിച്ചതാണ് സിബി മാത്യൂസിന്റെ മുൻ DGP-യുടെ നിർഭയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ 122ാമത്തെ പേജിൽ 88-ല് കണാരൻ MLA-ക്ക് നേരെയുണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് 8 മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അതുകൊണ്ട് CPM സമാധാനത്തിന്റെ വെള്ളരിപ്രാവളൊന്നും ആകാൻ ശ്രമിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ടുള്ളവർ തന്നെയാണ് CPM. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവർ തന്നെയാണ് CPM. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പം പോയപ്പോ നിങ്ങൾക്ക് ഓഹോ ആയി, നിങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ആഹായാകും. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ?
അതുകൊണ്ട് നിങ്ങളുടെ നിലപാടൊക്കെ ജനങ്ങൾക്കറിയാം. പിന്നെ വിശ്വാസികളുടെ വോട്ട്, വിശ്വാസ സമൂഹത്തിന്റെ വോട്ടിന്റെ 1% എങ്കിലും CPM-ന് കിട്ടുമെന്ന് CPM-ന്റെ നേതാക്കന്മാരോ പ്രതിനിധികളെ ചിന്തിക്കുന്നുണ്ടോ? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് അകത്ത് കിടക്കുകയാണ്. ആ 2 കക്ഷികൾ സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ഒരാള് ജില്ലാ കമ്മിറ്റിയായിട്ട് അംഗമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഒരാള് എന്റെ നമ്പർ എപ്പോ വരുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രശാന്ത് പുറത്തു നിൽക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ തന്റെ നമ്പർ ഇപ്പോ വരുമോ എന്ന് ഉറങ്ങാത്ത രാത്രികളിൽ സ്വപ്നം കണ്ട് കിടക്ക് നെറ്റി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസ സമൂഹം CPM-ന് വോട്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നിങ്ങൾക്ക് അസ്ഥാനത്തായി മാറിപ്പോയി എന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. അതുകൊണ്ട് ഈ 2 കൂട്ടരും റാഷിദെ ഇവിടെ വർഗീയത പറഞ്ഞ് മതങ്ങളെ തമ്മിൽ തടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചുവെച്ച് ഇവിടെ അധികാര രാഷ്ട്രീയം എന്ന അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോപ്പ് കൂട്ടുകയാണ്. BJP ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇന്ന് ശ്രീ സുകുമാരൻ നായർ തൃശ്ശൂരിന്റെ കാര്യമൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. താങ്കൾ അത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കാം. തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാനൊക്കത്തില്ല. അവസാനം പറഞ്ഞ വാചകമാണ് ജിതിൻ ദേവ്, തൃശ്ശൂർ പിടിച്ച പോലെ NSS-നെ പിടിക്കാം എന്ന് കരുതേണ്ട എന്ന്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ചല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്തെ പറ്റി പറഞ്ഞൊരു വാചകം കൂടെ റാഷിദ് കേട്ടില്ലേ? റാഷിദ് എന്താണ് ചെറിയ ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ മാത്രം കേൾക്കുകയും ചില ഭാഗങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത്? അതൊക്കെ ഇപ്പോഴത്തെ നാട്ടു നടപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഏത് സമുദായ സംഘടനാ നേതാക്കന്മാർക്കും BJP-യെ വിമർശിക്കാം. ഈ നാട്ടിലെ റാഷിദ് ഉൾപ്പെടെയുള്ള ഏത് ജനങ്ങൾക്കും 140 കോടി ജനങ്ങൾക്കും BJP-യെ വിമർശിക്കാം. ഞങ്ങളെ വിമർശിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുലം കുത്തിയെന്നും നികൃഷ്ടജീവി എന്നൊന്നും ഞങ്ങൾ വിളിക്കില്ല. ഞങ്ങളെ ആർക്കും വിമർശിക്കാം, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. അവിടെ ശ്രീ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു ബജറ്റ് സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് അനുവാദമില്ലാതാണ് അദ്ദേഹം വന്നത്. അത് ഫെയർ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരി, ഞാൻ തിരികെ പോകുന്നു, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം എന്ന് പറഞ്ഞു പോയി. ആ ഒരു ഇൻസിഡന്റ് അദ്ദേഹം കോട്ട് ചെയ്തു. അതേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ BJP വരണമെന്ന് ആഗ്രഹിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് കേൾപ്പിക്കുന്ന നിലപാട് ശരിയല്ല. നിങ്ങൾ ആരും കാനഡയിലേക്കും ജർമ്മനിയിലേക്കും ഒന്നും പോകരുതെന്ന്, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള കാര്യം അതിലൊരു അത്ഭുതവുമില്ല. നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കാം. 3 പേരിൽ കൂടുതൽ പോകരുത്. പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. എതിർത്ത് പറയരുത്. എതിർത്ത് പറഞ്ഞാലും ഒന്നും മിണ്ടരുത്. വീടിനകത്ത് കയറി നിന്ന് സംസാരിക്കണം, പുറത്തിറങ്ങി സംസാരിക്കരുത്. ആരെങ്കിലും ഉറക്ക ചീത്ത വിളിക്കുന്നത് പുറത്തിരിക്കുന്ന സഖാക്കന്മാരോ ജനങ്ങളോ കേട്ടാൽ അത് കുഴപ്പമാണ്. ലേലുവല്ലു ലേലുവല്ലു ലേലുവല്ലു. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്കെന്താ പറഞ്ഞുകൂടാത്തത്? എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വീടുകളിൽ തുടങ്ങിയിരിക്കുന്നത്? ഞങ്ങളുടെ അടുത്തൊക്കെ വീടുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ വോട്ടിന്റെ മൊത്തക്കച്ചവടം പറയുമ്പോൾ വല്ലപ്പോഴും ആ പത്മകുമാറിനെയും വാസു സാറിനെയും കണ്ട് ജയിലിൽ പോയിട്ട് ചായ വാങ്ങിച്ചു കൊടുക്കാനുള്ള സമയമാണ്. ഹരീഷിനെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനമല്ലേ വലുത്? പരമേശ്വരൻ എന്ന് പറയുന്നത് ഗാന്ധി മതത്തെ ഒത്തില്ല, എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.